ഹായ് കൂട്ടുകാരെ, നമസ്കാരം. എന്തൊക്കെയാ വിശേഷം? എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിരിക്കണു. അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മൾ മനുഷ്യർ അല്ലെങ്കിൽ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് അല്ലേ? ദുഃഖങ്ങളായിക്കോട്ടെ, സന്തോഷങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ജീവിതത്തിലെ ഓരോരോ ബുദ്ധിമുട്ടുകളായിക്കോട്ടെ അല്ലേ? അപ്പോൾ അത് നമ്മൾ മറ്റൊരാളിനെ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കും അവർക്ക് നല്ല സന്തോഷമാണ് അല്ലെങ്കിൽ സുഖമാണ്, എന്താ അവർക്കൊരു ബുദ്ധിമുട്ടെന്ന് ചിന്തിക്കും. പക്ഷെ ഓരോരുത്തർക്കും അവരവരുടേതായ പ്രശ്നങ്ങളുണ്ട്. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഒരുപാട് പ്രശ്നങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാണ്. ചിലപ്പോൾ വാചാലമായി സംസാരിക്കും, ചിലപ്പോൾ അവർ സംസാരിക്കുന്നത് കണ്ട് ചിലപ്പോൾ എന്തെങ്കിലും അവർക്ക് ഇന്നൊരു വിഷയം എന്ന രീതിയിലായിരിക്കില്ല മറ്റൊരാളെ കിട്ടുമ്പോൾ, അതായത് സംസാരിക്കാനായിട്ട് ഒരാളെ കിട്ടുക എന്ന് പറഞ്ഞൊരു സന്തോഷമുള്ള കാര്യമാണ് അല്ലേ? അങ്ങനെ സംസാരിക്കാനായിട്ട് ഒരാളെ കിട്ടുന്ന സമയത്ത് അവർക്ക് എന്താണോ മനസ്സിലപ്പോൾ തോന്നിയ വെച്ചാൽ ആ ഒരു കാര്യങ്ങൾ അവർ മറ്റുള്ളവരായിട്ട് പങ്കുവെക്കണു. ആ തൽക്കാലം അവരുടെ ആ മനസ്സിൻ്റെ വിങ്ങൽ അല്ലെങ്കിൽ മനസ്സിൽ അടക്കി എന്ന് വെച്ചാൽ നമ്മൾ അഗ്നിപർവ്വതം കണക്കങ്ങനെ കടന്ന് അടക്കി വെച്ചതിൽ നിന്ന് കുറച്ചൊക്കെ അവരിങ്ങനെ വിട്ടുതരികയാണ്. അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ ചിലവർ വിചാരിക്കും ദുഃഖങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ സന്തോഷങ്ങളും ദുഃഖങ്ങളില്ലാതെ സന്തോഷങ്ങളായിട്ട് ജീവിക്കുന്നവർ ചിന്തിക്കും അതിന് വട്ടാണ്, അല്ലെങ്കിൽ അതിനൊരു പിരി ലൂസാണുണ്ട്, അല്ലെങ്കിൽ പറയാം അതിനോട് വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ്, അപ്പം മിണ്ടാണ്ട് പോവുക നല്ലതെന്ന് പറയുന്ന വ്യക്തികളുണ്ട് കേട്ടോ. ഞാൻ പലരും പല സ്ഥലങ്ങളിലാണെങ്കിലും നമ്മൾ പല സ്ഥലങ്ങളിൽ വെച്ച് കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ പലരെക്കുറിച്ച് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അങ്ങനെ വാചാലമാകുന്നവരുടെ മാനസികാവസ്ഥ അല്ലെങ്കിൽ അവരുടെ മനസ്സിലെ വിഷമം എന്താണെന്നുള്ളത് മറ്റൊരാൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയില്ല. അവരവരുടെ മനസ്സിൻ്റെ വിങ്ങലാണ് അത്. എങ്ങനെയൊക്കെയോ പുറമേക്ക് ആ വിങ്ങൽ അടക്കി വെച്ച വിങ്ങലുകൾ അല്ലെങ്കിൽ മനസ്സിന് സമനില തെറ്റിയ പോലെ തന്നെയാണ് അവർക്ക് സമ്മതിച്ചു. കാരണം എന്താ വെച്ചാൽ മനസ്സിലിങ്ങനെ വിഷമങ്ങൾ ഇങ്ങനെ അടക്കി വെച്ച് കഴിഞ്ഞിട്ട് ആ വിഷമങ്ങളിൽ നിന്നും ഒരു മുക്തി കിട്ടുന്നതിന് ആരെങ്കിലും അവരോടൊന്ന് സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ അവർ വാചാലമായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ അത് ചിലപ്പോൾ നമ്മൾ പറയുന്ന വ്യക്തി, അതായത് കേൾക്കാൻ നിൽക്കുന്ന വ്യക്തിക്ക് ഇഷ്ടപ്പെട്ട കാര്യം ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പോൾ ആ വ്യക്തിക്ക് സമയം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എങ്കിലും എല്ലായ്പ്പോഴും അവരങ്ങനെ വാചാലമായി പോകില്ല. ചില സമയങ്ങളിൽ അത് അവരുടെ മനസ്സിലെ വിഷമങ്ങൾ തങ്ങി നിൽക്കുന്ന സമയങ്ങളിലാണ് കേട്ടോ. അപ്പോൾ പരമാവധി അങ്ങനെ പറയുന്നവരുടെ വിഷമങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയോട് കൂടി കേൾക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കതാണ് ഒരാൾക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ? അല്ലാതെ ഇപ്പം നമ്മൾ ഒരാളുടെ വിഷമം അല്ലെങ്കിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ അവരുടെ മാനസികമായ പ്രശ്നങ്ങളോ നമുക്ക് മാറ്റാനായിട്ട് കഴിയില്ല. അപ്പോൾ എല്ലാവർക്കും തിരക്കാണ്, എല്ലാവരും ബിസി ആയിട്ട് നടക്കുന്ന ആൾക്കാരാണ്, തിരക്കാണ്. അപ്പോൾ ചിലപ്പോൾ ഇങ്ങനെ സംസാരിച്ച് നിൽക്കുന്നത് ചിലവർക്ക് ഇഷ്ടാവില്ല, അല്ലെങ്കിൽ അത് കേൾക്കാനുള്ള സന്മനസ് അവർക്ക് ഉണ്ടാവില്ല. എങ്കിലും ആ പറയുന്ന വ്യക്തിയുടെ മാനസിക വികാരം ഒന്ന് നമ്മൾ പരിഗണിക്കേണ്ടി വേണം കേട്ടോ. അപ്പോൾ നമ്മളത് നമ്മളത് സ്വസ്ഥമായി നിന്ന് കേട്ട് നിൽക്കുക. ഇല്ല എന്നുണ്ടെങ്കിൽ അവരോട് സാരമില്ല, എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ശരിയാണ്, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചുല്ലോ, നമ്മളൊന്ന് ആശ്വസിപ്പിച്ച് കഴിഞ്ഞാൽ അവർക്കത് വലിയ ഒരു ആശ്വാസമാവും കേട്ടോ. ചിലപ്പോൾ ആ മനസ്സ് തകർന്ന് അല്ലെങ്കിൽ ആ നെഞ്ച് പൊട്ടി നമ്മൾ ഒരു ഭ്രാന്തമായ അവസ്ഥയിലേക്ക് എത്തുന്ന സമയത്തായിരിക്കും അവർ നമ്മളോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുക. അപ്പോൾ ആ സമയത്ത് ഒരു അല്പ ആശ്വാസം അല്ലെങ്കിൽ നമ്മളൊരു നല്ലൊരു കേൾവിക്കാരിയോ അല്ലെങ്കിൽ കേൾവിക്കാരനോ ആകാനായിട്ട് നമുക്ക് കഴിഞ്ഞെന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കുറേ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ ബാക്കി കാര്യങ്ങളെ കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും നല്ലൊരു കേൾവിക്കാരിയായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു കേൾവിക്കാരനായിട്ടോ നമുക്ക് ഇരിക്കാൻ കഴിഞ്ഞു വെച്ചാൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ആ ആൾക്കൊരു അല്പസമയത്തേക്കെങ്കിലും ഒരു ആശ്വാസം കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മേലെ വേറെ ഒന്നുമില്ല കേട്ടോ. പിന്നെ ചിലപ്പോൾ നമ്മൾ കാണാം പല വ്യക്തികളും പല രീതിയിലാണല്ലോ, ബഹുജനം പലവിധം എന്ന് പറഞ്ഞ പോലെ. അപ്പോൾ എന്തൊക്കെ മാനസിക വിഷമങ്ങളുണ്ടെങ്കിലും എല്ലാവരോടും നന്നായി ചിരിച്ച് സംസാരിക്കാനും നന്നായി സംസാരിക്കാനും അതുപോലെ ഇടപെടാനും ശ്രമിക്കുന്നവരുണ്ടായിരിക്കും. ചിലപ്പോൾ ചെറിയൊരു നിസ്സാര പ്രശ്നത്തിന് പോലും എപ്പോഴും മുഖം കയറ്റി നടക്കുന്നവരും ഉണ്ടായിരിക്കാം കേട്ടോ. അപ്പം നമ്മൾ തമാശക്കാണെങ്കിലും പറയും, ഓ അവൻ്റെ അടുത്ത് ഞാൻ ഒരു 10 ലക്ഷം കടം മേടിച്ച പോലെയാണ് അവൻ്റെ ഭാവം കണ്ട, അല്ലെങ്കിൽ അവളുടെ അടുത്ത് ഞാൻ ഒരു 10 ലക്ഷം കടം മേടിച്ച പോലെയാണ് അവളുടെ ഭാവം കണ്ടെന്ന് പറയും അല്ലേ? അപ്പം നമുക്ക് ആർക്കും ഒരു ബുദ്ധിമുട്ടില്ലാതെ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമുക്ക് നല്ലൊരു വാക്ക്, അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു ചിരി അല്ലേ? ആ ചിരി, നമ്മുടെ ചിരി നമ്മൾ സന്തോഷമായിട്ട് ചിരിച്ച് കണ്ടാൽ തന്നെ മറ്റൊരാളുടെ മനസ്സിലെ വിഷമം കൂടിയും പോകും. അപ്പം നമുക്ക് ചിരിക്കാൻ നമ്മൾക്ക് പണമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, ഒന്ന് ചിരിക്കണോണ്ട് ഇപ്പം എന്താ വരാൻ പോകുന്നത്? അപ്പം നമ്മൾ നന്നായിട്ട് ഒന്ന് ചിരിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് അവരോട് സംസാരിക്കാനും പരമാവധി ശ്രമിക്കുക അല്ലേ? ചിലപ്പോൾ ഓരോരുത്തരും ഓരോ രീതിയിൽ ബുദ്ധിമുട്ടുകൾ, അതായത്
മാനസിക വിഷമങ്ങളിലൂടെ പോകുന്നവരായിരിക്കാം. എന്നാലും ഇതിന് നമുക്കൊന്ന് ഒരു പുഞ്ചിരി നമ്മൾ കൊടുക്കുന്നതിന് നമുക്കൊരു വിഷമമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ ഒരാളെ നമ്മുടെ മുന്നിൽ വരുമ്പോൾ കണ്ടാൽ പോലും നമ്മൾ അറിയില്ല. കാരണം നമ്മുടെ മാനസിക വിഷമം കൊണ്ട് നമ്മൾ നടന്നു പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പോകുന്ന സമയത്തോ പലവിധ ചിന്തകളെ കൊണ്ട് നമ്മുടെ മനസ്സിങ്ങനെ മതിച്ചുകൊണ്ടിരിക്കാവും. അപ്പം നമ്മൾ പറയാൻ വന്നതായിരിക്കില്ല അല്ലെങ്കിൽ ചെയ്യാൻ വന്നതായിരിക്കില്ല നമ്മൾ ചെയ്യുക. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ നമുക്കുണ്ടാവും. ആ സമയത്ത് ചിലപ്പോൾ നമ്മുടെ മുന്നിൽ ഒരാളെ കണ്ടാൽ പോലും നമ്മൾ ചിലപ്പോൾ മിണ്ടാനോ ചിരിക്കാനോ നമ്മൾ കാണുന്നില്ല, നമ്മുടെ കൺമുന്നിൽ അവരെ കാണുന്നില്ല. കാരണം നമ്മൾ വേറെ ഏതോ ലോകത്ത് കൂടെ പോവുക. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഞാൻ പറയണില്ല. അല്ലാത്ത സമയങ്ങളാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുഞ്ചിരി കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് സംസാരിക്കുന്നതിനോ ബുദ്ധിമുട്ട് വിചാരിക്കേണ്ട കേട്ടോ. കാരണം നമ്മൾ എത്രയൊക്കെ ലക്ഷങ്ങൾ കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിനോ പകരം ഒരു പുഞ്ചിരി കിട്ടിയാൽ മതി. ചിലപ്പോൾ ചില നിമിഷങ്ങളിൽ നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കൂ. നിങ്ങൾ ഒരുപാട് വിഷമങ്ങളെ കൊണ്ട് നടക്കുന്ന സമയം അല്ലെങ്കിൽ മാനസികമായിട്ട് നമുക്ക് ഒരുപാട് വിഷമങ്ങളായിട്ട് ഇരിക്കുന്ന സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും വന്നിട്ട് നമ്മളോട് നല്ല രണ്ട് വാക്ക് സംസാരിച്ചു അല്ലെങ്കിൽ ഒന്ന് നമ്മളോടൊന്ന് ചിരിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ മനസ്സിൻ്റെ പകുതി വിഷമം കുറയും അല്ലേ. എപ്പോഴും ഈ മോന്ത കയറ്റിയിട്ട് ഇങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളുടെ വ്യക്തിത്വത്തെ നമുക്ക് സംസാരിക്കാനോ മിണ്ടാനോ തീരെ താല്പര്യം ഉണ്ടാവില്ല അല്ലേ. അപ്പോൾ ഒരു വീട്ടിലാണെങ്കിൽ പോലും പലരും പല രീതിയിലാണ് പെരുമാറുക. അപ്പോൾ ചിലർ ഇപ്പം ഒരു അമ്മായിയമ്മയും മരുമകളാണെങ്കിൽ പോലും ചിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങളൊക്കെ സംസാരിച്ചിരിക്കുമ്പോൾ തന്നെ ആ വീടിനൊരു പ്രത്യേക ഉണർവും ഐശ്വര്യവും സന്തോഷവും സമാധാനവും ഒക്കെ ഉണ്ടാവും അല്ലേ. നേരെ തിരിച്ച് അമ്മായിയമ്മയും മരുമകളും തല്ലി കൂടിയിട്ട് മുഖം കയറ്റിയിരിക്കുകയാണെന്നുണ്ടെങ്കിലോ ആ വീട്ടിലേക്ക് കയറി വരണോടക്കടക്കം നെഗറ്റീവ് ഫീലിംഗ് ആവും. കാരണം എന്താ വെച്ചാൽ വീട്ടിൽ ഒരു സന്തോഷം ഉണ്ടാവില്ല, മൂടിക്കെട്ടിയ അന്തരീക്ഷം, ആർക്കും താല്പര്യമില്ലാത്ത പോലെ, നമ്മൾ കയറി ചെന്നാൽ കൂടി നമുക്ക് പോലും നെഗറ്റീവ് അടിക്കുന്ന പോലെ ഫീൽ ചെയ്യും അല്ലേ. നേരെ തിരിച്ച് നല്ല ചിരിച്ച് കളിച്ച് സന്തോഷിച്ചിരിക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കും മെൻ്റലി നമുക്കൊരു പോസിറ്റീവ് എനർജി നമുക്കും കിട്ടും. അപ്പോൾ ചിരിക്കാനായിട്ട് നമുക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറയാനായിട്ട് നമുക്ക് കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് ചിരിക്കാനും അതുപോലെ തന്നെ നന്നായിട്ട് സംസാരിക്കാനും നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. ഒരു അസുഖം പിടിച്ച അല്ലെങ്കിൽ ഒരു രോഗീനെ നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പോലും ആ രോഗിയോട് നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കാനും നല്ല രീതിയിൽ നമ്മൾ ഒന്ന് പുഞ്ചിരിച്ചു കൊണ്ട് നമ്മൾ സംസാരിച്ച് നോക്കൂ, അവർക്കും അതിൻ്റെ മാറ്റം കാണാം. നേരെ തിരിച്ച് നമ്മൾ മുഖം കയറ്റി ഒന്നും മിണ്ടാതെ അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ അവർക്കും അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ, അതായത് ആ മാനസിക ടെൻഷൻ കൂടുതലാണ്ട് കുറയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജീവിതത്തിൽ നമുക്ക് ഒരു ചെറു പുഞ്ചിരി അല്ലെങ്കിൽ ഒരു നറു പുഞ്ചിരി അല്ലെങ്കിൽ വാചാലമായിട്ട് സംസാരിക്കണം എന്നല്ല ഞാൻ പറയുന്നത്, എന്നാലും ഒന്ന് സംസാരിക്കുന്നതൊക്കെ പലർക്കും പലരുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരുന്ന ചെയ്യും കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വാചാലമായി സംസാരിക്കുന്നവർക്ക് വട്ടാന്ന് പറയാതെ അവരുടെ മാനസിക വിഷമങ്ങൾ ഉള്ളത് കൊണ്ടാണ് അവരങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്വയം മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ ആ ചിന്താഗതി നമ്മുടെ മാറിയിട്ട് നമ്മൾക്ക് അവരോട് നന്നായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവർ പറയുന്നത് കേൾക്കാനോ നമുക്കൊരു മനസ്സ് ഉണ്ടാവും എന്നുള്ളത് വേറെ കാര്യം. അപ്പോൾ എപ്പോഴും എല്ലായ്പ്പോഴും ഒരാളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് തന്നെ പറയണ്ട. അങ്ങനെയുള്ളവരുണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാലും വാചാലമായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിനെ നമ്മൾ പറയുമ്പോൾ ഇങ്ങനെ ഒരു പിരി ലൂസ് അല്ലെങ്കിൽ അരവട്ട് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പറയാതെ നമ്മൾ അവർക്കും അവരുടേതായ ജീവിത പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് എപ്പോഴെങ്കിലൊക്കെ അവർ സംസാരിക്കുമ്പോൾ നമ്മളൊരു കേൾവിക്കാരനോ കേൾവിക്കാരി ആവാനോ അതുപോലെ തന്നെ അവർ പറയുന്നതിന് അവരോട് നമ്മളൊന്ന് ആശ്വസിപ്പിക്കാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഒന്ന് ഒരു മനസ്സമാധാനമായിട്ട് കുറച്ച് സമയത്തേക്കെങ്കിലും അവർക്കൊരു ആശ്വാസമായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മളെ കൊണ്ട് അതൊക്കെയല്ലേ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അങ്ങനെ ചെയ്യാം. പിന്നെ ഒരു ചെറു പുഞ്ചിരിയിലും ഉണ്ട് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു പുഞ്ചിരിയിലും ഉണ്ട് കേട്ടോ നമുക്ക് ആൾക്കാരെ സന്തോഷിപ്പിക്കാനായിട്ടും അല്ലെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വിഷമങ്ങൾ കളയാനായിട്ടും. അപ്പോൾ നമ്മൾ ചിന്തിക്കും എപ്പോഴെപ്പോഴും ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളോട് അവർ വരുന്നുണ്ട്, അവർ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്, പിന്നെ ഒരു തൊഴിലുണ്ടാവില്ല, ഏതായാലും ഇങ്ങനെ പറഞ്ഞിട്ടിരിക്കുന്നു പറയും. പക്ഷേ അവരുടെ മനസ്സിൻ്റെ വിഷമം കൊണ്ടാണ് അവരങ്ങനെ ആയി മാറിപ്പോകുന്നത് കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കിയാൽ തന്നെ നമുക്കറിയാം ഇന്ന കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ മാനസികമായ അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെയായത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കഴിയുന്നതും നമ്മൾ ഒരു കേൾവിക്കാരനോ കേൾവിക്കാരിയോ ആവാനായിട്ട് ശ്രമിക്കാനും കാണുമ്പോൾ നമ്മളൊന്ന് ചെറു പുഞ്ചിരിയോടുകൂടി സംസാരിക്കാനും ശ്രദ്ധിക്കുക. പറ്റുമെങ്കിൽ കേട്ടോ എല്ലാവരോടും ഇപ്പോൾ നമുക്കതങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ സംസാരിച്ചാൽ തന്നെ എന്തൊക്കെ ദുഃഖങ്ങൾ, ഒരു കടലോളം ഇരമ്പി വരുന്ന ദുഃഖം അല്ലെങ്കിൽ തിരമാലകളെ പോലെ ഒരു പാറക്കെട്ടിൽ വന്നടിക്കുന്ന പോലെ തന്നെ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും ഇല്ലാത്തവരുണ്ടാവില്ല. പക്ഷേ
ആ പാറ അങ്ങനെ തന്നെ നിൽക്കും. എങ്ങനെ അറിയാം, എത്ര തിരമാലകൾ വന്നടിച്ചാലും ഒരു കുലുക്കൂല്ലാതെ ആ പാറ അങ്ങനെ നിൽക്കുന്നത് പോലെ തന്നെ ചിലപ്പോൾ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ സാഹചര്യങ്ങൾ അങ്ങനെ ആയി മാറുമ്പോൾ നമ്മളും ഒരു കരുത്താർജിച്ച പാറയെ പോലെ തന്നെ ആയി മാറും. ആ പാറയെ പോലെ നമ്മൾ എന്തൊക്കെ വന്ന് നമ്മളെ ആഞ്ഞടിച്ചാലും നമ്മളതെല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ തന്നെ ശ്രമിക്കും. കാരണം ജീവിതത്തിൽ എല്ലാവർക്കും എപ്പോഴും സുഖം സന്തോഷം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ. അപ്പോൾ കിട്ടുന്ന ജീവിതം നമുക്ക് കളയാൻ പറ്റില്ല. നമ്മൾ ജനിച്ചു പോയില്ലേ, ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. പക്ഷെ ആ പ്രശ്നങ്ങളിൽ നിന്ന് തരണം ചെയ്തിട്ട് നമുക്ക് മുന്നേറാനായിട്ട് ചിലപ്പോൾ എത്രയൊക്കെ നമ്മൾ മുന്നേറാൻ ശ്രമിച്ചാലും മനുഷ്യനല്ലേ, നമ്മുടെ മനസ്സ് ചിലപ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ ആ പൊട്ടിപ്പോകുന്ന സമയങ്ങളിലായിരിക്കാം നമ്മളിങ്ങനെ വാചാലമായിട്ട് പെരുമാറുന്നതും അതുപോലെ തന്നെ ചിലപ്പോൾ ചിരിച്ച് കൊണ്ട് സംസാരിക്കുന്നതും. ആ ചിരിയുടെ ഉള്ളിലുണ്ടാവും എന്താ പറയുക, കടലിൽ തിരമാല ആഞ്ഞടിക്കുന്ന പോലത്തെ ഒരുപാട് വിഷമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ദുഃഖങ്ങൾ. അപ്പം ആ ദുഃഖങ്ങളെല്ലാം ഈ ചിരിയിലൂടെ അവർ ഒതുക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ അതിനൊരു ആശ്വാസം നമ്മളായിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ കിട്ടട്ടേന്നേ. അപ്പോൾ അത് നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ലേ ഉള്ളൂ. അപ്പോൾ അത് നമ്മൾ ശ്രമിക്കുക, അതിനായിട്ട് ശ്രമിക്കുക. അപ്പോൾ എപ്പോഴും വാചാലമായിട്ട് സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ പുഞ്ചിരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും അവർക്ക് ദുഃഖങ്ങളില്ലാത്തവരല്ല. ദുഃഖങ്ങൾ ഒരുപാട് ഉള്ളത് കൊണ്ടാണ് അവർ ആ രീതിയിൽ പെരുമാറുന്നത് മനസ്സിലാക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ്. അതുവരേക്കും നന്ദി, നമസ്കാരം. നിങ്ങളുടെ സ്വന്തം ജോ. വീണ്ടും കാണാം. ബൈ, സി യു.